ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 83/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന എക്സാം ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചതെന്നാണ് കേട്ടോ. ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു എസ് എയുടെയും അതുപോലെ സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? യു എസ് എയുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ആരാണ്? ജോർജ് ഓർവെൽ ആണ് കേട്ടോ. ജോർജ് ഓർവെൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിലുള്ള ഏക അംഗീകൃത തുറമുഖമായ ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ? കാൻഡൺ ആണ്. കാൻഡൺ. ഓപ്ഷൻ ബി കാൻഡൺ. ശീതയുദ്ധ കാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണെന്നാണ് കേട്ടോ. ശീതയുദ്ധ കാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ് എന്നാണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. NAM ആണ് കേട്ടോ. ഓപ്ഷൻ സി NAM. എന്താണ് NAMന്റെ ഫുൾ ഫോം? എന്താണ്? നോൺ അലൈൻഡ് മൂവ്മെന്റ് ആണ് കേട്ടോ. നോൺ അലൈൻഡ് മൂവ്മെന്റ് ആണ്. അതായത് ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻഡ് മൂവ്മെന്റ്. അപ്പൊ ശീതയുദ്ധ കാലത്ത് ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞപ്പോ ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്രമായ വിദേശ നയം സ്വീകരിച്ച രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ചേരിചേരാ നയം. നമുക്കറിയാം അല്ലെ, നോൺ അലൈൻഡ് മൂവ്മെന്റ് NAM. ഈ ഒരു നയം രൂപീകരിക്കുന്നതിലും നയിക്കുന്നതിലും ഒക്കെ ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതെന്നാണ് കേട്ടോ. എന്നാണ് നമുക്കറിയാം, കോഴിക്കോടാണ് അല്ലെ. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കോഴിക്കോട്. അടുത്തത്, താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് എന്നാണ് കേട്ടോ. ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതെന്നാണ്. ഏതാണ് ആൻസർ? ഏറ്റവും സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? നമുക്കറിയാം, ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളി. ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. അതായത് അന്തരീക്ഷത്തിൽ മൊത്തം വാതകങ്ങളുടെ ഏകദേശം 80% ഈ ഒരു പാളിയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. എന്താണ്? അന്തരീക്ഷത്തിലെ മൊത്തം വാതകങ്ങളുടെ ഏകദേശം 80% ഈ ഒരു പാളിയിലാണ് കാണപ്പെടുന്നത്. ഭൂമിക്ക് ഏറ്റവും അടുത്തായതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് മുകളിലേക്ക് പാളികളുടെ ഭാരം കാരണം ഈ പാളിക്ക് ഉയർന്ന മർദ്ദവും സാന്ദ്രതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടോ. ഉയർന്ന മർദ്ദവും ഉയർന്ന സാന്ദ്രതയും അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾഭാഗത്ത് താഴെ പറയുന്ന പാളികൾ ഏതാണ് ഖരാവസ്ഥയിലുള്ളത് എന്നാണ് കേട്ടോ. ഏതാണ് ഖരാവസ്ഥയിലുള്ളത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതിലും ഏതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ള പാളികൾ? ഓപ്ഷൻ ബി ആണ്. അതായത് 2, 4 എന്നുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. അതായത് അകക്കാമ്പും താഴത്തെ ആവരണത്തിലാണ്. അകക്കാമ്പും താഴത്തെ ആവരണമാണ് ഇത് ഖരാവസ്ഥയിലുള്ളത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, അകക്കാമ്പ് എന്താണ്, ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തുള്ള ഈ ഒരു പാളിയാണ് അല്ലെ. വളരെ ഉയർന്ന മർദ്ദം കാരണം അത് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അകക്കാമ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പുറങ്കാമ്പ് നമുക്ക് ദ്രാവകാവസ്ഥയിലാണുള്ളത്. പിന്നെ താഴത്തെ ആവരണം എന്താണ്, മാൻഡിലിന്റെ താഴത്തെ ഭാഗം ഉയർന്ന മർദ്ദം കാരണം എന്താണ്, പ്രധാനമായിട്ടും ഖരാവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അകക്കാമ്പും താഴത്തെ ആവരണമാണ് ആൻസർ കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതെന്നാണ് ട്ടോ. സുന്ദർബൻ കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതെന്നാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ഒഡീഷയിലെ ബിതാർ കണിക ട്ടോ. ഒഡീഷയിലെ ബിതാർ കണികയാണ് ആൻസർ. ഒഡീഷയിലെ ബിതാർ കണിക. ഓക്കെ, അപ്പൊ സുന്ദർബൻ നമുക്കറിയാം എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ആണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ആണ്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പൊ സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കണ്ടൽക്കാട് ആവാസ വ്യവസ്ഥ ഒഡീഷയിലെ ബിതാർ കണികയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ബ്രഹ്മണി അതുപോലെ വൈതരണി നദികളുടെ ഡെൽറ്റ പ്രദേശത്താണ്. ബ്രഹ്മണി വൈതരണി നദികളുടെ ഡെൽറ്റ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? ഒഡീഷയിലെ ബിതാർ കണിക. ഇമ്പോർട്ടന്റ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം നാഗാലാൻഡിലാണ് കേട്ടോ. ഓപ്ഷൻ ഡി, നാഗാലാൻഡ്. അടുത്തത്, കേരളത്തിലെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നതിൽ നിന്നും തിരിച്ചറിയുക കേട്ടോ. അപ്പൊ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം നമുക്കറിയാം എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലെ. അപ്പൊ ആ ഒരു ക്രമം തിരിച്ചറിയാനാണ് കേട്ടോ ഇത്. അപ്പൊ ആരോഹണ ക്രമം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്രമമാണെന്നുള്ളത്. അപ്പൊ ഏതാണ് ഇതിലെ ആൻസർ? ഓപ്ഷൻ സി ആണ്. അതായത് കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട് എന്നുള്ള കേട്ടോ. കുറവ് കോട്ടയത്താണ്, അതിൽ കൂടുതൽ തൃശ്ശൂർ, അതിനേക്കാൾ കൂടുതൽ ആലപ്പുഴ, ഏറ്റവും കൂടുതൽ പാലക്കാടാണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഏത് സംസ്ഥാനത്തെയാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ഗുജറാത്തിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓൾ ഓഫ് ദ എബവ് 1, 2 and 3. ഇതിൽ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഓക്കെ, പ്രസ്താവനകൾ നോക്കാം. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966 മുതൽ 69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത്, കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5ാം പഞ്ചവത്സര പദ്ധതിന്റെ 4ാം വർഷത്തിൽ അവസാനിച്ചു. അടുത്തത്, 8ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. ഈ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. നീതി ആയോഗിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓൺലി 1 and 3 ആണ്. ഓൺലി 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത്, DMEOയും അതുപോലെ നിലേർഡും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നാണ്. പിന്നെ അടുത്തത് എന്താണ് ശരിയായിട്ടുള്ളത്? സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഈ 2 പ്രസ്താവനകളാണ് കേട്ടോ ശരിയായിട്ടുള്ളത്. അപ്പൊ DMEOയും നിലേർഡും. എന്താ DMEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് ആണ് കേട്ടോ. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് ആണ് DMEO. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഇത് നിലേർഡിന്റെ ഫുൾ ഫോം കേട്ടോ. അപ്പൊ ഇത് എന്താണ്? ഇതും രണ്ടും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേട്ടോ. ശരിയാണ്. അടുത്തത് എന്താണ് ശരിയായിട്ടുള്ളത്? സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് കേട്ടോ. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്ന എന്നത് നീതി ആയോഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്.
ഓക്കെ, ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ, രാഷ്ട്രപതി അല്ല. അതാണ് തെറ്റുള്ളത്. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഇന്ത്യൻ രാഷ്ട്രപതി അല്ല. ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന്. ഓക്കെ, എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2 എന്നുള്ളതാണ് കേട്ടോ. ഓൺലി 1 and 2, അതായത് ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും, പിന്നെന്താണ്? ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, ഗ്രിഗർ മെന്റലിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗ്രിഗർ മെന്റലിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ശരിക്കും ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്? ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാലാണ് MS സ്വാമിനാഥനാണ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് നോർമൻ ബോർലോഗിനെയാണ്. ഗ്രിഗർ മെന്റൽ ആരാണ്? ഒരു ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ് കേട്ടോ. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഗ്രിഗർ മെന്റൽ. അപ്പൊ ഈ ഒരു പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, GST കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. GST കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. ഈ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ ഡി ആണ്. അതായത് ഓൺലി 1 and 3 എന്നുള്ളതാണ് കേട്ടോ. ഓൺലി 1 and 3. അതായത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. പിന്നെ അടുത്ത എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. രണ്ടാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. ഇന്ത്യയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക, KYC മാനദണ്ഡങ്ങളുടെ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ KYC, അതായത് നോ യുവർ കസ്റ്റമർ ആണ് അല്ലെ. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ. അപ്പൊ ഇന്ത്യയിലെ മാനദണ്ഡങ്ങൾ, KYC എന്നാണ്, മാനദണ്ഡങ്ങൾ പ്രധാനമായും നിയന്ത്രിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. RBI ആണ്, സെബി അല്ല. സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സെബി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഓക്കെ, സെബിന്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് കേട്ടോ. ഏതാണ് ഇതില് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. അതായത് ഓൺലി 1 മാത്രമാണ്, ഒന്നാമത്തത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല എന്നാണ്. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. അപ്പൊ ഈ ഒരു പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയൊന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓൺലി 1 ആണ്. ഓക്കെ, മറ്റു രണ്ട് പ്രസ്താവനകളും തെറ്റാണ് കേട്ടോ. ഓക്കെ, ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2020 കാനറ ബാങ്കിൽ ലയിച്ചു എന്നുള്ളത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് കേട്ടോ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ ഒരു ബാങ്ക് രണ്ടും, കാനറ ബാങ്കിലല്ല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 ലയിച്ചത്. ഓക്കെ,
ഇനി പ്രസ്താവന മൂന്നിൽ എന്താ തെറ്റ്? ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2020 ലയന പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. എന്താണ്? ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ലയിച്ചത് 2019 ഏപ്രിൽ 1 കേട്ടോ. 2019 ഏപ്രിൽ 1 എന്ത്? ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ലയിച്ചത്. ഈ ഒരു പ്രസ്താവനയിലാണ് രണ്ട് തെറ്റുകൾ. ഇതിവിടെ കാനറ ബാങ്ക് അല്ല, നമ്മൾ പറഞ്ഞു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത്, യൂണിയൻ ബാങ്കിലാണ് ലയിച്ചത്. മറ്റേത് എന്താണ്? ഈ ഒരു ലയനം നടന്ന 2019 ഏപ്രിൽ 1 ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ഡി, ഓൺലി 1, 2 and 3 എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, അതായത് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സുപ്രീം കോടതി ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ്. അതുപോലെ പിന്നെന്താണ്? ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ്. ഇത് മൂന്നും ശരിയായിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ള മൂന്നും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുവാനാണ് കേട്ടോ. പ്രസ്താവന 1 എന്താ കൊടുത്തത്? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന നിയമസഭയിലെയും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. എന്താണ് ഒന്നാമത്തത്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. രണ്ടാമത്തത് എന്താണ്? നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭയിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതിക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ. മുകളിൽ നൽകുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇതില് ശരിയായിട്ടുള്ളത് ഏതാണ്? ബോത്ത് 1 and 2 രണ്ടും ശരിയാണെന്നുള്ളതാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി ആണ് 2 ഓൺലി എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തത് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ. അതായത് യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയലാണ് കേട്ടോ. രാഷ്ട്രത്തിന്റെ ഐക്യത്തെ പറ്റി പറയുന്നുണ്ട്, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയലിനെ പറ്റി ആമുഖത്തിൽ പരാമർശിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്? ഏത് ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്? ഏത് ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 86th അമെന്റ്മെന്റിലൂടെയാണ് എന്ത് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, ഇതിലെ ഓപ്ഷൻ എ ആണ് ഓൺലി 1 and 2 എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിനെയോ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളതോ മൂന്നാമത്തതാണ്. അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരത്തിനായി സഭകൾക്ക് മുമ്പാകെ വെക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിന് ശേഷം പാർലമെന്റ് ഇരു സഭകളുടെയും അംഗീകാരം പ്രഖ്യാപനത്തിന് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കുന്നതാണ്. ഇതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ.
എന്താണ് മൂന്നാമത്തെ പ്രസ്താവനയിലുള്ള മിസ്റ്റേക്ക്? എന്താണ്? അത് ഭരണഘടന അനുസരിച്ച് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റ് ഒരു മാസത്തിനുള്ളിൽ അംഗീകരിക്കേണ്ടതുണ്ട് കേട്ടോ. 44-ാം ഭേദഗതി പ്രകാരം എന്താണ്, ഭരണഘടന അനുസരിച്ച് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റ് ഒരു മാസത്തിനുള്ളിൽ അംഗീകരിക്കേണ്ടതുണ്ട്. പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് 6 മാസം വരെ തുടരാൻ സാധിക്കൂ. ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ശരിയല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, അപ്പൊ ശരിയല്ല, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓൺലി 2 ആണ്, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2 തെറ്റായിട്ടുള്ളത്. അതായത് 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. ശരിയാണ്. മൂന്നാമത്തത് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന നമ്മൾ രണ്ടാമത്തെ പ്രസ്താവനയിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. എന്ത് മിസ്റ്റേക്ക് ഉള്ളത്? 1946 ഡിസംബർ 11 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം എന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓൺലി 3 എന്നാണ് കേട്ടോ. 3 മാത്രമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഏതാണ്? വൈദ്യുതി മാത്രമാണ് കേട്ടോ. വൈദ്യുതി മാത്രമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ഇവിടെ എന്താണ്, മറ്റു വിഷയങ്ങളായിട്ടുള്ള മത്സ്യബന്ധനം, ടോള്, അതുപോലെ പൊതുജനാരോഗ്യം എന്നിവയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ മത്സ്യബന്ധനം തന്നിട്ടുണ്ട്, അതുപോലെ ടോള്, പൊതുജനാരോഗ്യം ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. വൈദ്യുതി മാത്രമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് കേട്ടോ. ഇതിൽ 3 പ്രസ്താവനകളും ശരിയാണ്. ഓൾ ഓഫ് ദ എബവ്, അതായത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നത്. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. ഈ പ്രസ്താവനകൾ 3 ശരിയാണ്, പഠിക്കാനുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഇതിലെ ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ്. ഓൺലി 1 and 2 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതായത് കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളതും, അതുപോലെ പിന്നെ മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ജസ്റ്റിസ് KV കോശി ചെയർപേഴ്സണായും ഡോക്ടർ S ബാലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ അംഗങ്ങളായുമുള്ള ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനെ 1998 കേരള ഗവർണർ നിയമിച്ചു കേട്ടോ. ഇതിലാണ് തെറ്റുള്ളത്. എന്താണ്? ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീതിപിള്ള ആയിരുന്നു അല്ലെ. ജസ്റ്റിസ് KB കോശി പിന്നീട് അധ്യക്ഷനായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. MM പരീതിപിള്ള ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് കേട്ടോ. ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 19(1)(a) ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19(1)(a) ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.
ആർട്ടിക്കിൾ 19(1)ൽ എന്താണ് പറയുന്നത്? എന്താണ്? വാക്കുകൾക്കും അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ഇതിൽ പറയുന്നത് കേട്ടോ, 19(1)ൽ. അടുത്തത് 29. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഇതിലേതാണെന്നാണ് കേട്ടോ. സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഇതിലേതെന്നാണ്. ഏതാണ്? ഇതിലെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ. അഭയകിരണം, അതുപോലെ എന്താണ്, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഈ 4 പദ്ധതികൾ എന്താണ്? സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് കേട്ടോ. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കലേ. അതായത് അഭയകിരണം എന്താണ്? നിരാലംബരായിട്ടുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. അതായത് വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. പടവുകളോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ എന്താണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അതുപോലെ പിന്നെന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റും സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്ത്? പടവുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ്. അത് സ്നേഹസ്പർശം ഒരുപാട് തവണ എന്താണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓക്കെ. പിന്നെ ആശ്വാസനിധി, അതായത് മാരകമായ രോഗങ്ങൾ ബാധിച്ചവര്, അപകടത്തിൽപ്പെട്ടത്, കിടപ്പിലായവര് തുടങ്ങിയവരൊക്കെ പരിചരിക്കുന്നവർക്ക് പ്രധാനമായും സ്ത്രീകൾക്കാട്ടോ പ്രതിമാസ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസനിധി. ഓക്കെ. അപ്പൊ ഇവ 4 സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി എന്നാണ്. അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. ഓൺലി 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. 1957 രൂപീകരിച്ച ഭരണ പരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. 1957 രൂപീകരിച്ച ഭരണ പരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. പിന്നെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എവിടെയാണ് തെറ്റുള്ളത്? 2ലാണ് തെറ്റുള്ളത്. അത് രണ്ടാമത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതുമായി 1996 കെ ശശീന്ദ്രൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇതില് കേരളത്തിലെ എന്താണ് തെറ്റുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആരാണ്? SB സെൻ കമ്മിറ്റി ആട്ടോ. SB സെൻ കമ്മിറ്റിയാണ് നിയമിച്ചത്. ശശീന്ദ്രൻ നായർ എന്താണ് കമ്മീഷന്റെ ഇലക്ട്രൽ റോളുകളായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. SB സെൻ കമ്മീഷനെയാണ് നിയമിച്ചത് കേട്ടോ. ഇവിടാണ് തെറ്റുള്ളത്. അതായത് കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു കേട്ടോ. കേരള സർക്കാർ 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയായിരുന്നു എന്നാണ്. ഓക്കെ. അപ്പൊ ഓൺലി 1 and 3 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓൺലി 1 and 3. അതായത് പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുക. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മിറ്റിന്റെ പ്രധാന ശുപാർശകൾ ഇവ 2 ആയിരുന്നു. ഓക്കെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതായത് EWS വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് കേട്ടോ. കേരള ഡ്രഗ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകളൊക്കെ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പേര് എന്തെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയാം പ്രൗഡ് ആണ് കേട്ടോ. പ്രൗഡ്.
ഇവിടെ പ്രൗഡ് ആണ് ആൻസർ. ഓക്കെ, പ്രൗഡിന്റെ ഫുൾ ഫോം പഠിക്കണേ. പ്രൗഡിന്റെ ഫുൾ ഫോം എന്താണ്? പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് ആണ് കേട്ടോ. പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണെന്നാണ് കേട്ടോ. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ആണ് ഒഴികെയുള്ള എന്താണ് വ്യവസ്ഥകൾ ആവശ്യമാണ് കേട്ടോ. അടുത്തത്, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡേഷ് എന്ന് വിളിക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡേഷ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? എന്താണ്? ഡെഫ്ര എന്നാണ് കേട്ടോ. ഡെഫ്ര എന്നാണ് വിളിക്കുന്നത്. അത് ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡേഷ് എന്നും വിളിക്കുന്നു. ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡേഷ് എന്നും വിളിക്കുന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. വേരിസെല്ല എന്നാണ് കേട്ടോ. വേരിസെല്ല. അടുത്തത്, കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഓപ്ഷൻ ബി സിറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ അതായത് UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. അപ്പൊ എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDGs 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ഒരു ദൗത്യം ആരംഭിച്ചത് കേട്ടോ. ഏതാണ് ദൗത്യം? ഏതാണോ ദൗത്യം? ഓപ്ഷൻ എ ആർദ്രമാണ് കേട്ടോ. ആർദ്രം. ഓക്കെ, എന്താണ് ഈ ഒരു ആർദ്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി? എന്താണ്? നവകേരള മിഷന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ ഈ ആർദ്രം മിഷന്. അതായത് എന്താണ്? അതായത് സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് ഉയർത്തുക, അതുപോലെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നൊക്കെയാണ് ഈ ഒരു ആർദ്രം മിഷന്റെ ലക്ഷ്യങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകളിൽ ചതുരത്തിന്റെ വിസ്തീർണം എന്താണെന്നാണ് കേട്ടോ. ചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? 1.2 മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഇതില് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? 1 and 4 ആർ കറക്റ്റ് എന്നുള്ള. അതായത് ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. അതുപോലെ വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായി വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണെന്നുള്ള. രണ്ടുമാണ് കേട്ടോ. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. അതുപോലെ പിന്നെന്താണ്? വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായി വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഉദാഹരണമായി. രണ്ട് പ്രസ്താവനകളാണ് പിന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2, 3 തെറ്റുള്ളത് കേട്ടോ. അടുത്തത്, തെർമോഡൈനാമിക്സിന് 0 നിയമം ഡേഷിനെ സൂചിപ്പിക്കുന്നു. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ്? താപസന്തുലിതാവസ്ഥയാണ് കേട്ടോ. താപസന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അത് ഐക്യരാഷ്ട്രസഭ 2025 ഡേഷായി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 ഡേഷായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 2025 എന്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡേഷ് ആണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡേഷ് ആണ്. എന്താണ്? ദ്വിമാന, അതായത് 2D പദാർത്ഥമാണ് കേട്ടോ. ദ്വിമാന പദാർത്ഥം അല്ലെങ്കിൽ 2D പദാർത്ഥമാണ്. വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക എന്നാണ് കേട്ടോ. വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകളെ ക്രമീകരിക്കാനാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് നൈട്രൈഡ്, ഫ്ലൂറൈഡ്, മെഗ്നീഷ്യം, അലൂമിനിയം കേട്ടോ. നൈട്രൈഡിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 7 ആണ്. അതുപോലെ പിന്നെ എന്താണ് ഫ്ലൂറൈഡിൻ്റെത് 9 ആണ്. മെഗ്നീഷ്യത്തിൻ്റെതോ 12 ആണ്. അലൂമിനിയത്തിന്റെ 13 കേട്ടോ. അപ്പം എന്താണ് അയോണുകൾ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ക്രമീകരണമാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതെന്നാണ്. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതെന്നാണ്. ഏതാണ് ആൽക്കലോയിഡ്? നിക്കോട്ടിൻ ആണ് കേട്ടോ. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് കേട്ടോ. ആർക്കാണെന്നല്ല, എന്തിനു വേണ്ടിയാണെന്നാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയത്തിനാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നതാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകളും സമന്വയവും. ഓക്കെ, അപ്പൊ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? അപ്പൊ ആർക്കൊക്കെ ആയിരുന്നു 2023 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്? 3 വ്യക്തികൾക്ക്. 3 വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? മൗങ്കിജി ബാവണ്ടി, അതുപോലെ ലൂയി എബ്രസ്, അതുപോലെ അലക്സി ഐ എക്കിമോവ് ആണ് കേട്ടോ. മൗങ്കിജി ബാവണ്ടി, അതുപോലെ ലൂയി എബ്രസ്, അതുപോലെ അലക്സി ഐ എക്കിമോവ്, ഈ 3 വ്യക്തികൾക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേരാണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഏതാണെന്നാണ്. എന്താണെന്ന് ഡീഡ് ഗുഗേഷ് ആണല്ലേ. അടുത്തത്, മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. ഏതാണ്? തെയ്യം. അതായത് കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്നാണ്. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്നാണ്. ഓപ്ഷൻ ബി മല്ലിക സാരാഭായ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മല്ലിക സാരാഭായ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്നാണ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആദാമിന്റെ മകൻ അബു ആണ് അല്ലെ. അപ്പൊ 2010 ചോദിച്ചിട്ടുള്ളത്. അത്രയും വർഷം മുന്നേ ഉള്ളത് വരെ ചോദിക്കുന്നുണ്ട്. 50-ാമത്, പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ ആയതെന്നാണ്. ബില്യാർഡ്സ് ആണ് കേട്ടോ. ബില്യാർഡ്സ്. ഇനി 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സ് നിന്ന് വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി 61 മുതൽ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഡേഷ് യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീ സ്റ്റഡിങ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പൊ ഡേഷ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ വന്നത്. എന്താണ് ഇവിടെ വേണ്ടത്? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ദ യൂണിവേഴ്സിറ്റി എന്നാണ് വരുന്നത് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സെന്റൻസ്. അതായത് കറക്റ്റ് സെന്റൻസ് ഇതിൽ കണ്ടുപിടിക്കാനാണ് കേട്ടോ, ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് സ്കോർസ് ഫുൾ മാർക്ക് എന്നാണ് കേട്ടോ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് വരുന്നുണ്ട്. സ്റ്റുഡന്റ് മാത്രം പോരാ, സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് സ്കോർസ് ഫുൾ മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 63-ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഫോളോയിങ്. ഇന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചെയ്യാനാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഗെറ്റ് ഔട്ട് വിൽ യു. അടുത്ത ക്വസ്റ്റ്യൻ, 64-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് പാസീവ് വോയിസ് ഓഫ് ദ സെന്റൻസ് റാം ഈസ് ഈറ്റിംഗ് എ മാംഗോ. റാം ഈസ് ഈറ്റിംഗ് എ മാംഗോ എന്നുള്ള സെന്റൻസിന്റെ പാസീവ് വോയിസ്, പാസീവ് ഫോം ഏതാണ് ഇതില്? പാസീവ് ഫോം ഏതാണ് ഇതില്? എ മാംഗോ ഈസ് ബീങ് ഈറ്റൺ ബൈ റാം എന്നുള്ളതാണ്. എ മാംഗോ ഈസ് ബീങ് ഈറ്റൺ ബൈ റാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 65-ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ദ മീറ്റിംഗ് വാസ് ഡാഷ് ക്യാൻസൽഡ് ആണ് ബിക്കോസ് ഓഫ് സം പേഴ്സൺ ഇഷ്യൂസ് ഓഫ് ദ മാനേജർ. ഇവിടെ ഏതാണ് ഫ്രേസൽ വെർബ് വരുന്നത്? ക്യാൻസൽ ചെയ്യാ ചെയ്തിട്ടുള്ളത് അല്ലെ. ബിക്കോസ് ഓഫ് സം പേഴ്സൺ ഇഷ്യൂസ് ഓഫ് ദ മാനേജർ. അതായത് സംഭവം ക്യാൻസൽ ചെയ്യാന്നുള്ളതിന്
നമ്മൾ ഏത് ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യാം? കോൾഡ് ഓഫ് ആണ് കേട്ടോ, കോൾഡ് ഓഫ് ഓപ്ഷന്. 66ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് ലുമിനസ്. ലുമിനസ് എന്ന വേർഡിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, സിനോണിം അല്ല, ആന്റോണിം ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ഡാർക്ക് ആണ് കേട്ടോ. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ്. ഏതാണ് വരുന്നത്? കൊളാഗ് ആണ് കേട്ടോ, കൊളാഗ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ മൊഡാൽ വെർബ്. സ്യൂട്ടബിൾ മൊഡാൽ വെർബ് ഇവിടെ ഫിൽ ചെയ്യാനാണ്. പോലീസ്മാൻ ഡാഷ് വിയർ ഖാക്കി. പോലീസ്മാൻ ഡാഷ് വിയർ ഖാക്കി. ഇവിടെ ഏതാണ് മൊഡാൽ വെർബ് വേണ്ടത്? ഏതാണ് ആൻസർ? ഏതാണ്? മസ്റ്റ് ആണ് കേട്ടോ. പോലീസ്മാൻ മസ്റ്റ് വിയർ ഖാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ഇഡിയം ഫ്രം ദ ഫോളോയിങ്. ഇഡിയം സ്യൂട്ടബിൾ ആയിട്ട് ഇഡിയം ആണ് കേട്ടോ. ദ അനൗൺസർ അനൗൺസസ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ് ദ പ്രോഗ്രാം. ദ അനൗൺസർ അനൗൺസസ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ് ദ പ്രോഗ്രാം. എന്താണ് ആൻസർ വരുന്നത്? റാപ്പപ്പ് ആണ് കേട്ടോ, റാപ്പപ്പ്. അടുത്ത, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. ഇവിടെ കറക്റ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്തത് ഫിൽ ചെയ്യാനാണ്. ഓപ്ഷൻ ഡി ആണ്, അറ്റ് ആണ് വരുന്നത്. അറ്റ് ദ ബൊട്ടീക്ക് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സിറ്റി സെന്റർ. അറ്റ് ദ സിറ്റി സെന്റർ എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് മലയാളത്തിൽ നിന്നുള്ളതാണ്. ഹ്രദം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ഹ്രദം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്താനാണ്. ഏതാണ് സമാന പദം? കായമാണ് കേട്ടോ. ഹ്രദം എന്ന വാക്കിന് സമാന പദം കായം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഇതിലെ ശരിയായിട്ടുള്ള രൂപം ഏതാണ്? ഉപോദ്ബലകം എന്നുള്ളതാണ് കേട്ടോ, ഉപോദ്ബലകം. ഇനി കോൺസ്ലേഷൻ. കോൺസ്ലിയേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവർത്തനം. കോൺസ്ലിയേഷൻ എന്ന പദത്തിന്റെ കൃത്യമായിട്ടുള്ള വിവർത്തനം ഏതെന്നാണ്. എന്താണ് ആൻസർ? അനുരഞ്ജനമാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്. ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. മാടമ്പി എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? മാടമ്പി എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? മാടമ്പിയുടെ കെട്ടിലമ്മയാണ് കേട്ടോ. അടുത്ത, ആപത്തിലെ ധൈര്യം എന്ന അർത്ഥമുള്ള ശരിയായ പദം. ആപത്തിലെ ധൈര്യം എന്ന അർത്ഥമുള്ള ശരിയായിട്ടുള്ള പദം എന്താണ്? വിപതി ധൈര്യമാണ്. വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? പാഷാണത്തിൽ കൃമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരിക? വെൾ പ്ലസ് മാണ്. നിയൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് ഏത്? നിയൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ എന്താണ് കിട്ടുക നമുക്ക്? നിയൽ യുദ്ധം എന്ന പദത്തെ എന്താണ് വിപുലീകരിക്കുമ്പോൾ? നിയലിനോടുള്ള യുദ്ധം കേട്ടോ. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏത് പദത്തിന്റെ പര്യായങ്ങളാണ്? കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏത് പദത്തിന്റെ പദങ്ങളാണ് കേട്ടോ. എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? കൗമുദി, ജ്യോത്സ്ന എന്നിവ നിലാവിന്റെ പര്യായങ്ങളാണ് കേട്ടോ. ഇനി ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മളെ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ PSC എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.